കഥയുടെ തുടക്കത്തിൽ തന്നെ വർഷം 1962 ഒരു ചരിത്രമാണ് കാണിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ആഡംബരമായിട്ടുള്ള ഒരു കപ്പലാണ് ആന്റോണിയ ഗ്രാസ. ഈ കപ്പലിൽ യാത്ര ചെയ്യുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ്. അതായത് ഈ കപ്പലിലെ ഓൾമോസ്റ്റ് എല്ലാ യാത്രക്കാരും കോടീശ്വരന്മാരാണ്. വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആരാധകരുള്ള ഒരു ഇറ്റാലിയൻ സിംഗറാണ് ഫ്രാൻസെസ്ക. അപ്പോൾ പുള്ളിക്കാരിയാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. യാത്രക്കാരൊക്കെ ഫ്രാൻസെസ്കയുടെ പാട്ട് കേട്ട് കപ്പിൾ ഡാൻസ് കളിക്കുന്നുമുണ്ട്. അപ്പോൾ കാറ്റി ഹാർവുഡ് എന്ന ഒരു ചെറിയ പെൺകുട്ടി മാത്രം സങ്കടത്തോടെ അവിടെ ഇരിക്കുന്നത് കാണാം. പുള്ളിക്കാരിക്ക് ഡാൻസ് കളിക്കാനായിട്ട് കൂടെ പാർട്ട്ണർ ആരുമില്ല. കാറ്റി സങ്കടത്തോടെ ഇരിക്കുന്നത് കണ്ട കപ്പലിലെ ക്യാപ്റ്റൻ തന്റെ കൂടെ ഡാൻസ് കളിക്കാനായി കാറ്റിയെ ക്ഷണിക്കുകയാണ്. അപ്പോൾ കാറ്റിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ എല്ലാവരും വേദിയിൽ നിന്ന് സന്തോഷത്തോടെ ഡാൻസ് കളിക്കുകയാണ്. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിട്ടില്ല. ആ വേദിയുടെ 4 ഭാഗത്തായിട്ടും വയർ കേബിൾസ് കാണാം. ആ വയർ കേബിൾസ് റിലീസ് ആവുകയും വേദിയിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന എല്ലാവരുടെയും അരയുടെ താഴെ 2 കഷ്ണമായി മുറിയുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും 2 കഷ്ണങ്ങളായി താഴെ വീഴുകയാണ്. പക്ഷെ ഇവിടെ വയർ കേബിൾ കൊള്ളാത്തത് കാറ്റി എന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ മാത്രമാണ്. അതായത് ആ വേദിയിൽ നിന്ന് ഡാൻസ് കളിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ആകെ അതിജീവിച്ചത് കാറ്റി മാത്രമാണ്. കാറ്റി ഈ കാഴ്ച കണ്ട് ഷോക്കായി പോയി. അത് കണ്ട് കാറ്റി ഒച്ചത്തിൽ നിലവിളിക്കുകയാണ്. ഈ സംഭവത്തിന് ശേഷം ആന്റോണിയ ഗ്രാസ എന്ന ഈ ആഡംബര കപ്പൽ ഡിസപ്പിയർ ആവുകയാണ്. പുറം ലോകം ആർക്കും തന്നെ ഈ കപ്പലിന് എന്താണ് സംഭവിച്ചത് എന്ന് ഇന്നും അറിയത്തില്ല. ഇനി നമ്മൾ 40 വർഷങ്ങൾക്ക് ശേഷമുള്ള, അതായത് ഇപ്പോൾ നടക്കുന്ന കഥയാണ് പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ വർഷം 2002. ആർട്ടിക് വാരിയർ എന്ന ഈ ബോട്ടിന്റെ ഉടമ അഥവാ ക്യാപ്റ്റൻ ആണ് മെർഫി എന്ന ഇദ്ദേഹം. മെർഫിയുടെ ഗാംഗില് അദ്ദേഹം ഉൾപ്പെടെ 6 പേരാണുള്ളത്. അതിൽ ഒരു സ്ത്രീയുമുണ്ട്. പുള്ളിക്കാരിയുടെ പേര് എപ്സ് എന്നാണ്. ഇനി ഇവര് 6 പേരും ആർട്ടിക് വാരിയർ എന്ന ബോട്ട് ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നത്, എന്താണ് ഇവരുടെ തൊഴിൽ എന്ന് ചോദിച്ചാൽ ഇവരൊക്കെ സാൽവേജേഴ്സ് ആണ്. അതായത് സമുദ്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ട കപ്പലുകൾ കണ്ടുപിടിച്ച് അതിലെ വിലപിടിപ്പുള്ള വസ്തുക്കളും ആ കപ്പലും കളക്ട് ചെയ്യലാണ് ഇവരുടെ ജോലി. അവര് 6 പേരും ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല സ്കില്ലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ അവരൊരു കപ്പൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ കപ്പൽ അവർ കളക്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. എന്നാൽ കാര്യങ്ങൾ വഷളായിക്കൊണ്ട് നിൽക്കുകയാണ്. മെർഫി എപ്സിനോട് ഈ മിഷൻ നമ്മൾക്ക് ഉപേക്ഷിക്കാം, നമ്മൾക്ക് തിരിച്ചു പോകാം, ഇത് ഇമ്പോസിബിൾ ആണ് എന്ന് പറയുകയാണ്. എന്നാൽ എപ്സ് ക്യാപ്റ്റൻ മെർഫി പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല. പുള്ളിക്കാരി അതിസാഹസികമായിട്ട് സ്വന്തം ജീവൻ പണയം വെച്ച് ആ കപ്പൽ കളക്ട് ചെയ്തു. അങ്ങനെ ഈ മിഷൻ പൂർത്തീകരിച്ച് അവര് 6 പേരും ഒരുപാട് പണം സമ്പാദിച്ചു. അങ്ങനെ ആ രാത്രി അവരൊക്കെ കൂടി ഒരു ബാറിൽ അത് ആഘോഷിക്കാനായിട്ട് ചെല്ലുകയാണ്. ആ സമയം ക്യാപ്റ്റൻ മെർഫിയെ കാണാനായി ജാക്ക് എന്ന ഇദ്ദേഹം വന്നു. എന്നിട്ട് ക്യാപ്റ്റനോട് സർ, എനിക്ക് താങ്കളോട് തനിച്ച് സംസാരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻ പറയാണ്, അങ്ങനെ എന്നോട് മാത്രം തനിച്ച് പറയാനുള്ള കാര്യമാണെങ്കിൽ നീ പറയണ്ട. ഇവർ 5 പേരും എന്റെ ടീം മെമ്പേഴ്സ് ആണ്. ഇവരുടെ മുന്നിൽ വെച്ച് പറയാനാവുന്നതാണെങ്കിൽ മാത്രം നീ പറഞ്ഞാൽ മതി. അപ്പോൾ ജാക്ക് വന്ന കാര്യം പറയുകയാണ്. സർ, എന്റെ പേര് ജാക്ക് എന്നാണ്. ഞാൻ ഒരു പൈലറ്റ് ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഫ്ലൈ ചെയ്യുന്ന സമയം സമുദ്രത്തിൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ഫോട്ടോ ജാക്ക് കാണിക്കുകയാണ്. അതൊരു പഴയ മിലിറ്ററി കപ്പലിന്റെ ഫോട്ടോ ആണ്. ഞാൻ റേഡിയോ വഴി ആ കപ്പലിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, എന്നാൽ നോ ആൻസർ. സോ ഇത് ഉപേക്ഷിക്കപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾ 6 പേരും സാൽവേജേഴ്സ് ആണ് എന്ന് എനിക്കറിയാം. എന്തായാലും ഈ കപ്പൽ കളക്ട് ചെയ്താലും അത്യാവശ്യം വലിയ തുക തന്നെ സമ്പാദിക്കാം. കിട്ടുന്നതിന്റെ 20% എനിക്ക് വേണം. അതായിരുന്നു ജാക്കിന്റെ ഡീല്. മെർഫി ജാക്കിനോട് എനിക്ക് കുറച്ച് സമയം എന്റെ ടീം മെമ്പേഴ്സിനോട് തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ 6 പേരും കൂടിയിരുന്ന് ആലോചിക്കുകയാണ് ഈ മിഷൻ ചെയ്യണോ വേണ്ടോ എന്ന്. കാരണം ഓൾമോസ്റ്റ് 6 മാസങ്ങൾക്ക് ശേഷമാണ് അവർ സമുദ്രത്തിൽ നിന്ന് മിഷൻ പൂർത്തീകരിച്ച് കരയിലെത്തുന്നത്. വീണ്ടും മിഷൻ ചെയ്യാനായിട്ട് സമുദ്രത്തിലേക്ക് പോകണോ? മാത്രമല്ല 2 മാസം കഴിഞ്ഞാൽ ഗ്രീർ എന്ന ഇദ്ദേഹത്തിന്റെ കല്യാണം കൂടിയാണ്. പക്ഷെ ഈ മിഷൻ 2 മാസത്തിനുള്ളിലായിട്ട് പൂർത്തീകരിക്കാനായിട്ട് പറ്റും. അതേപോലെ ഫോട്ടോ കണ്ടിട്ട് ഇത് നമ്മൾക്ക് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് മെർഫി പറയുന്നുണ്ട്. അങ്ങനെ അവര് 6 പേരും ആ മിഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. മെർഫി ജാക്കിനോട് പറയാണ്, നമ്മൾ ഈ ഡീലിന് തയ്യാറാണ്. പക്ഷെ നീ പറഞ്ഞ 20% തരാൻ ഞങ്ങൾ തയ്യാറല്ല, പകരം 10% തരാം. എന്നാൽ ജാക്കിന് അവരെ അത്ര വിശ്വാസമില്ല. അതുകൊണ്ട് ജാക്ക് പറയാണ്, ഞാനും എന്നാൽ നിങ്ങളുടെ കൂടെ സമുദ്രത്തിലേക്ക് വരുന്നുണ്ട് എന്ന്. അങ്ങനെ അവര് 7 പേരും ആർട്ടിക് വാരിയർ ബോട്ടിൽ ആ മിലിറ്ററി കപ്പൽ കളക്ട് ചെയ്യാനായിട്ട് പുറപ്പെട്ടു. ജാക്കിനാണെങ്കിൽ തുടക്കത്തിൽ തന്നെ വയ്യാതെയായി. അവന് നല്ല ക്ഷീണം പിടിച്ചു. അതേപോലെ അവൻ നിർത്താതെ ഛർദിക്കുന്നുമുണ്ട്. അപ്പോൾ അവര് ജാക്കിനെ കളിയാക്കിക്കൊണ്ട് പറയാണ്, ആകാശത്തെ കൂടി വിമാനം ഓടിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല സമുദ്രത്തിലെ കൂടിയുള്ള യാത്ര. സാന്റോസ് എന്ന ഇദ്ദേഹമാണ് ഇപ്പോൾ ഈ ബോട്ട് നിയന്ത്രിക്കുന്നത്. അപ്പോൾ സാന്റോസ് ബോട്ടിലെ നാവിഗേഷൻ ഡിവൈസിൽ മുന്നിൽ എന്തോ ഒരു തടസ്സമുള്ളതുപോലെ കണ്ടു. ആ കാര്യം പറയാനായി സാന്റോസ് ക്യാപ്റ്റൻ മെർഫിയെ വിളിക്കുകയാണ്. എന്നാൽ അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്
അദ്ദേഹത്തിന് ഒന്നും തന്നെ കാണാനേ പറ്റുന്നില്ല. മർഫി സാന്റോസിനെ വഴക്ക് പറയുകയാണ്. നീ അമിതമായി മദ്യപിച്ചിട്ടുണ്ടല്ലേ, അതുകൊണ്ടാണ് കാണാത്ത കാര്യങ്ങളൊക്കെ കാണുന്നത്. ക്യാപ്റ്റൻ, ഞാൻ കണ്ടതാണ്, ഞാൻ കളവ് പറയുന്നതല്ല എന്ന് സാന്റോസ് പറഞ്ഞു. അങ്ങനെ ബോട്ട് മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ്. പെട്ടെന്ന് അവർ കാണുന്നത് അവരുടെ ബോട്ടിന്റെ മുന്നിലായിട്ട് വലിയ ഭീമാകാരമായ ഒരു കപ്പലാണ്. സാന്റോസ് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് ഒരുവിധം ബോട്ട് നിർത്തുകയാണ്. എന്തോ ഭാഗ്യത്തിനാണ് ബോട്ട് ക്രാഷ് ആവാത്തത്. എന്തായാലും ഈ കപ്പൽ കണ്ട് അവര് ഞെട്ടിപ്പോയി. എങ്ങനെയാണ് പെട്ടെന്ന് ഒരു കപ്പല് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്? എത്രയും സമയം അവർ അവരുടെ മുന്നിൽ ഒന്നും തന്നെ കണ്ടിട്ടില്ല. ആ കപ്പലിന്റെ പേര് വായിച്ചപ്പോൾ അവര് ഷോക്കായി പോയി. അത് 40 വർഷങ്ങൾക്ക് മുൻപ് ഡിസപ്പിയർ ആയ, ഇതുവരെ ആർക്കും തന്നെ കണ്ടുപിടിക്കാനാവാത്ത ആന്റോണിയ ഗ്രാസ എന്ന ആഡംബര കപ്പലാണ്. അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവർക്കറിയാം ഇത് അത്രത്തോളം വലിയ ആഡംബര കപ്പലാണ് എന്ന്. റേഡിയോ വഴി അവർ ആ കപ്പലിലേക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ആരെങ്കിലും ആ കപ്പലിൽ ഉണ്ടോ എന്ന് നോക്കാനായി. റെസ്പോൺസ് ഒന്നുമില്ല. ആ കപ്പലിന്റെ അകത്ത് ആരും തന്നെ ഇല്ല എന്ന് അവര് ഉറപ്പുവരുത്തി. ഇത് വെറും ഒരു കപ്പലല്ല, രാജാക്കന്മാരുടെ കൊട്ടാരത്തേക്കാൾ വിലപിടിപ്പുള്ള നിധിയാണ് ഇത് എന്നൊക്കെ അവരോട് മർഫി പറയുന്നുണ്ട്. ഒരു ചെറിയ മിലിറ്ററി കപ്പൽ തേടിപ്പോയി ഇവരുടെ മുന്നിൽ ഈ കപ്പൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ അവര് ആന്റോണിയ ഗ്രാസ കപ്പലിന്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ജാക്കും ഗ്രീറും മാത്രമാണ് ബോട്ടിൽ ഇരിക്കുന്നത്. അപ്പോൾ ബോട്ടിൽ ക്യാപ്റ്റൻ മർഫിയുടെയും എപ്സിന്റെയും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ ജാക്ക് കണ്ടു. ഗ്രീറിനോട് ജാക്ക് ചോദിക്കാണ് ഇവർ കപ്പിൾസ് ആണോ എന്ന്. അങ്ങനെയൊന്നും പറയല്ലേ, ക്യാപ്റ്റൻ മർഫിക്ക് എപ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മോളെ പോലെയാണ്. സോ ഇവിടെ ആന്റോണിയ ഗ്രാസ കപ്പലിൽ ഇവർ കയറിയപ്പോൾ ഇവര് ചില വിചിത്രമായ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അത് എന്താണ് എന്ന് നോക്കാനേ അവർ സൂക്ഷിച്ചു നടന്നു പോവുകയാണ്. അപ്പോൾ അവർ കാണുന്നത് അവിടെയുള്ള ക്ലോക്കിന്റെ സൗണ്ട് ആണ്. അത് എത്രയും വർഷമായിട്ടും ആ ക്ലോക്ക് വർക്ക് ആവുന്നുണ്ടെങ്കിൽ അത് വലിയ അത്ഭുതം തന്നെയാണ്. എന്നാൽ മുണ്ടർ എന്ന ഇദ്ദേഹം അത് തൊടാനായി നോക്കിയപ്പോൾ ആ ക്ലോക്ക് നിൽക്കുകയാണ്. പിന്നീട് അവര് നടക്കുമ്പോൾ ക്യാപ്റ്റൻ മർഫി അവരോട് പറയുന്നുണ്ട് ഓരോ അടിയും സൂക്ഷിച്ചു മുന്നോട്ട് വെക്കണം, കാരണം എല്ലാം തുരുമ്പെടുത്തതാണ്, അതുകൊണ്ട് തന്നെ ബലം കുറവായിരിക്കും. ആ സമയമാണ് മുണ്ടർ അവിടെ പൊട്ടി താഴേക്ക് വീഴാനായി പോയത്. എന്നാൽ ഭാഗ്യത്തിന് അപ്പോൾ അവരെല്ലാവരും കൂടി താഴേക്ക് വീഴാനായി പോയ മുണ്ടറിനെ പിടിച്ചിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും ഭയാനകമായ സംഭവം നടന്നത്. മുണ്ടറിനെ പിടിച്ചു കയറ്റുന്നത് എപ്സ് ആണ്. ആ സമയം പുള്ളിക്കാരി അവിടെ കുറച്ചങ്ങോട്ടായിട്ട് ഒരു പെൺകുട്ടിയെ കാണുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട കാറ്റി എന്ന പെൺകുട്ടിയാണ്. എപ്സിന് വിശ്വസിക്കാനാവുന്നില്ല. പുള്ളിക്കാരി വീണ്ടും കണ്ണ് ചിമ്മി നോക്കിയപ്പോൾ ആ കുട്ടിയെ അവിടെ പിന്നീട് കാണുന്നില്ല. എന്തായാലും താൻ കണ്ട കാര്യം എപ്സ് അവരോട് ആരോടും പറഞ്ഞിട്ടില്ല. കാരണം പുള്ളിക്കാരി വിചാരിച്ചത് അത് തന്റെ തോന്നല് മാത്രമായിരിക്കുമെന്നാണ്. മർഫി എപ്സിനോട് പറയാണ് ഞാൻ ചെന്ന് ഈ കപ്പലിന്റെ ലോഗ് ബുക്ക് എവിടെയാണ് എന്ന് അന്വേഷിക്കാം, അതിൽ കപ്പലിനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പോൾ മർഫിക്ക് എപ്സിന്റെ മുഖത്ത് എന്തോ പേടിയുള്ളത് പോലെ മനസ്സിലായി. നീ ഓക്കെ അല്ലേ, എന്താണ് മുഖത്തൊരു മാറ്റം എന്നൊക്കെ മർഫി ചോദിച്ചു. ഒന്നുമില്ല ക്യാപ്റ്റൻ, ഞാൻ ഓക്കെ ആണ് എന്ന് എപ്സ് മറുപടി കൊടുത്തു. ഇനിയാണ് അവരെ ഞെട്ടിച്ച മറ്റൊരു കാര്യം അവർ കണ്ടത്. കപ്പലിൽ നിന്ന് അവർക്ക് ഒരു വാച്ച് കിട്ടുകയാണ്. അത് കാസിയോന്റെ ഒരു ഡിജിറ്റൽ വാച്ച് ആണ്. സോ 1962 കാസിയോന്റെ ഡിജിറ്റൽ വാച്ച് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കപ്പലിൽ അവരല്ലാതെ വേറെ ആൾക്കാരും മുന്നേ വന്നിട്ടുണ്ട് എന്ന്. എന്തായാലും ആ രാത്രി അവർ റെസ്റ്റ് എടുക്കാനെ തിരിച്ച് ബോട്ടിലേക്ക് തന്നെ ചെല്ലുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ ഇനി എക്സ്പ്ലോറിംഗ് നടത്താം എന്ന് അവർ തീരുമാനിച്ചു. അവർക്ക് ഒരുപാട് സംശയങ്ങളാണ് ബാക്കിയുള്ളത്. ആന്റോണിയ ഗ്രാസ കപ്പല് എവിടെയും ക്രാഷ് ആയിട്ടില്ല, അതേപോലെ എഞ്ചിൻ ഫെയിലിയർ ആവാൻ സാധ്യതയുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ കപ്പല് ഡിസപ്പിയർ ആയത്? എങ്ങനെ ഈ കപ്പലിൽ യാത്ര ചെയ്ത എല്ലാവരും മരണപ്പെട്ടു? അപ്പോൾ ഡോഡ്ജ് എന്ന ഇദ്ദേഹം പറയാണ് ക്യാപ്റ്റൻ, അങ്ങനെയാണെങ്കിൽ ഇതൊരു പ്രേത കപ്പലായിരിക്കും. അതും പറഞ്ഞ് എല്ലാവരും ചിരിക്കുകയാണ്. കാരണം ഇവരെല്ലാവരും നിരീശ്വരവാദികളാണ്. അവർക്ക് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒന്നും തന്നെ വിശ്വാസമില്ല. ആ രാത്രി എപ്സ് ഉറങ്ങാതെ പുള്ളിക്കാരി കണ്ട ആ കുട്ടിയുടെ രൂപം ഓർത്തുകൊണ്ടേ നിൽക്കുകയാണ്. അതായത് താൻ യഥാർത്ഥത്തിൽ അവിടെ ഒരു കുട്ടിയെ കണ്ടിരുന്നോ അതോ അത് തന്നെ തോന്നൽ മാത്രമായിരുന്നു എന്നൊക്കെയാണ് ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് എപ്സ് ആലോചിക്കുന്നത്. അപ്പോൾ എപ്സിന്റെ അടുത്തേക്ക് ജാക്ക് വരികയാണ്. മൂഡ് ഔട്ടായി നിൽക്കുന്ന എപ്സിന് ജാക്ക് ഒരു സിഗരറ്റ് നൽകി. താൻ ആ കപ്പലിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താ തന്റെ മുഖത്തൊരു മാറ്റം എന്ന് ജാക്ക് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി താൻ കണ്ട ആ കാര്യത്തെ കുറിച്ച് ജാക്കിനോട് പറയുകയാണ്. അതായത് ഞാൻ ഈ പറയുന്ന കാര്യം ഞാൻ അവരോട് പറഞ്ഞാല് അവരാരും തന്നെ വിശ്വസിക്കില്ല, അവരൊക്കെ എന്നെ കളിയാക്കി ചിരിക്കും. പക്ഷെ ഞാൻ കപ്പലിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടതാണ്, അത് നിനക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കുമെന്ന് ജാക്ക് പറഞ്ഞപ്പോൾ അല്ല, എനിക്ക് തോന്നിയതല്ല, ഞാൻ വ്യക്തമായി കണ്ടതാണ്. 12-14 വയസ്സ് മാത്രം പ്രായമുള്ള ബ്രൗൺ ഹെയറുള്ള ഒരു വെളുത്ത പെൺകുട്ടിയെ ഞാൻ വ്യക്തമായി കണ്ടതാണ്. അപ്പോൾ ജാക്ക് പറയാണ് ഞാൻ വിമാനം ഒരുപാട് മണിക്കൂർ ഫ്ലൈ ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ ഞാനും ഇതുപോലെ എന്തെങ്കിലുമായിട്ട് കാണാറുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഓരോ തോന്നലുകൾ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് എപ്സിനെ ജാക്ക് സമാധാനിപ്പിച്ചു. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഒരുപാട് മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയത്. എന്നാൽ ഈ വീഡിയോ കാണുന്ന 85% ആൾക്കാർ
ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കായി കൂടുതൽ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ അത് എനിക്കും വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. അടുത്ത ദിവസം രാവിലെ തന്നെ അവർ അവരുടെ മിഷൻ ആരംഭിച്ചു. ആന്റോണിയോ ഗ്രാസ കപ്പലിനെ എവിടത്തേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെയാണ് തന്റെ ടീം മെമ്പേഴ്സിനോട് ക്യാപ്റ്റൻ മർഫി ഇവിടെ പറയുന്നത്. സോ ആന്റോണിയോ ഗ്രാസ കപ്പൽ നീക്കാനുള്ള ഒരു കണ്ടീഷനിലേക്ക് അവർ മാറ്റിയെടുക്കണം. അപ്പോൾ അതാണ് അവരുടെ ആദ്യത്തെ ടാസ്ക്. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവർ വെച്ചത് 2 ആഴ്ച സമയമാണ്. സോ വീണ്ടും അവർ കപ്പൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും ഓരോ ഭാഗത്തായിട്ടാണ് പോയത്. എപ്സ് ഇവിടെ വന്നിട്ടുള്ളത് ആ കപ്പലിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായ സ്ഥലത്താണ്. അപ്പോൾ അവിടെ പുള്ളിക്കാരി കണ്ടത് മറ്റൊരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. ആ സ്വിമ്മിംഗ് പൂളിന്റെ അകത്ത് ഒരുപാട് തോക്കിന്റെ ബുള്ളറ്റ്സ് കാണാം. അപ്പോൾ എപ്സിന് മനസ്സിലായി വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വെച്ച് ഒരു വെടിവെപ്പ് നടന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഈ കാര്യം മറ്റുള്ളവരോട് പറയാൻ എപ്സ് പെട്ടെന്ന് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന് ആ പെൺകുട്ടിയെ വീണ്ടും തന്നെ മുന്നിൽ കാണുകയാണ്. എപ്സ് പേടിച്ച് അവിടെ താഴെ വീണു. അപ്പോൾ വീണ്ടും ആ കുട്ടി അപ്രത്യക്ഷമായി. എപ്സ് വീഴുന്ന ശബ്ദം കേട്ട് അവിടെ ജാക്ക് എത്തിയിട്ടുണ്ട്. ജാക്ക് പുള്ളിക്കാരിയെ എഴുന്നേൽപ്പിച്ചു. എപ്സ് ജാക്കിനോട് പറയാണ്, ഈ സ്ഥലത്ത് പണ്ട് വെടിവെപ്പ് നടന്നിട്ടുണ്ട്, ഒരുപാട് ബുള്ളറ്റ്സ് തറയിൽ കാണാം, പിന്നെ ഞാൻ വീണത് ആ പെൺകുട്ടിയെ ഞാൻ വീണ്ടും കണ്ടിട്ടാണ് എന്നും ജാക്കിനോട് എപ്സ് പറയുന്നുണ്ട്. അവര് ആ സ്വിമ്മിംഗ് പൂളുള്ള സ്ഥലത്ത് നിന്ന് പോയതിനു ശേഷം നമ്മളെ എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് നടന്നത്. അവിടെയുള്ള ഹോൾസിൽ നിന്നൊക്കെ രക്തം പുറത്തേക്ക് വരുന്നത് കാണാം. അതേപോലെ ആ സ്വിമ്മിംഗ് പൂള് മുഴുവനും രക്തം കൊണ്ട് നിറഞ്ഞിട്ടുമുണ്ട്. അതേപോലെ ഒരുപാട് ഡെഡ് ബോഡീസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. എന്തായാലും എപ്സും ജാക്കും പോയതിനു ശേഷമാണ് ഇത് നടന്നത്, അതുകൊണ്ട് അവർ ഇത് കണ്ടിട്ടില്ല. ഇനി ക്യാപ്റ്റൻ മർഫി ഇവിടെ വന്നിട്ടുള്ളത് ഈ കപ്പലിന്റെ ക്യാപ്റ്റന്റെ ക്യാബിനിലേക്കാണ്. അവിടെ സോഫയിൽ നിന്ന് ആ ക്യാപ്റ്റന്റെ തൊപ്പിയൊക്കെ മർഫിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ അവിടെ ടേബിളിൽ ഒരു മദ്യക്കുപ്പിയും ഗ്ലാസിൽ മദ്യം ഒഴിച്ചതായിട്ട് മർഫി കണ്ടു. അത് പഴക്കമുള്ളതൊന്നുമല്ല. മർഫി അതെടുത്ത് കുടിക്കാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് അവിടെ മുന്നിലുള്ള കണ്ണാടിയിലെ കൂടി മർഫി ആ ക്യാപ്റ്റനെ കണ്ട് ഷോക്ക് ആവുകയാണ്. ഗ്ലാസ് താറയിൽ വീണു. പിന്നീട് മർഫി കണ്ണാടിയിൽ നോക്കിയെങ്കിലും തന്റെ മുഖം മാത്രമാണ് മർഫി കാണുന്നത്. ജാക്കും എപ്സും വന്നിട്ടുള്ളത് കപ്പലിലെ ലോണ്ടറിയിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു വാതിൽ കാണാം. എപ്സ് അത് തുറക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് വെള്ളമാണ് പുറത്തേക്ക് വരുന്നത്. എന്നാൽ അതല്ല പ്രശ്നം, ആ വെള്ളത്തിന്റെ കൂടെ ഒരുപാട് ഡെഡ് ബോഡീസും പുറത്തേക്ക് വന്നിട്ടുണ്ട്. എപ്സും ജാക്കും ആകെ ഷോക്കായി. അവർ വയർലെസ് ഫോണിലെ കൂടി ഈ വിവരം മറ്റുള്ളവരെ അറിയിക്കാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വയർലെസ് വർക്ക് ആകുന്നില്ല. അതേപോലെ അവർ ഇവിടത്തേക്ക് കയറി വന്ന ഡോർസും തന്നാലെ പൂട്ടി ലോക്കായിട്ടുമുണ്ട്. അങ്ങനെ അവർ മറ്റൊരു ഡോർ വഴി പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ ഗ്രീർ ആണെങ്കിൽ ചുമരിൽ ഫ്രാൻസിസ്കയുടെ പോസ്റ്റർ കണ്ടു. അപ്പോൾ ഗ്രീറിന് മനസ്സിലായി അവസാനമായിട്ട് ഇവിടുന്നാണ് ഫ്രാൻസിസ്ക പെർഫോം ചെയ്തത് എന്ന്. അതും കണ്ട് ഗ്രീർ അവിടുന്ന് നടന്നു പോകുമ്പോൾ അവിടെ ഫ്രാൻസിസ്ക എന്ന പാട്ടുകാരി സിഗരറ്റും വലിച്ച് ഇരിക്കുന്നത് നമ്മൾക്ക് കാണാം. ഗ്രീർ എന്തായാലും പുള്ളിക്കാരിയെ കണ്ടിട്ടില്ല. ജാക്കും എപ്സും രക്ഷപ്പെടുമ്പോൾ ജാക്ക് അവിടെ ഒരു 1958 മോഡൽ ജാഗോർ X150 എന്ന റെയർ കാർ കാണുകയാണ്. അത് കണ്ട് ജാക്കിന് ഒരുപാട് സന്തോഷമായി. കാരണം ജാക്കിന്റെ ഡ്രീം കാറാണ് ഇത്. ജാക്ക്, ഇതിനൊന്നും ഇപ്പോൾ സമയമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് എപ്സ് പറയുകയാണ്. അങ്ങനെ അവർ പോകാനിരിക്കുമ്പോഴാണ് അവിടെ ഒരുപാട് പെട്ടികൾ അവർ കണ്ടത്. അതിൽ നിന്ന് ഒരു പെട്ടി അനങ്ങുന്നതായിട്ടും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവര് ആ പെട്ടിയുടെ അകത്ത് എന്താണുള്ളത് എന്ന് നോക്കാനേ തീരുമാനിച്ചു. എപ്സ് തന്റെ കാല് കൊണ്ട് ആ പെട്ടി തുറക്കുകയാണ്. അപ്പോൾ ഒരുപാട് എലികളാണ് ആ പെട്ടിയുടെ അകത്തുണ്ടായത്. അത് കണ്ട് എപ്സ് ആകെ പേടിച്ചു. പക്ഷെ അവരെ രണ്ടുപേരും ഞെട്ടിച്ച കാര്യം അതല്ലായിരുന്നു. പെട്ടിയിലുണ്ടായ സകല എലികളും പുറത്തേക്ക് പോയിട്ടുണ്ട്. ആ പെട്ടിയിലുള്ളത് ഒരുപാട് സ്വർണ്ണ ബിസ്ക്കറ്റ്സ് ആണ്. ഇത് കണ്ടപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കണ്ണ് തള്ളിപ്പോയി. അങ്ങനെ അവർ മറ്റുള്ളവരെ കൂടി ഇവിടത്തേക്ക് വിളിച്ചു കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവർ പോകുമ്പോൾ വീണ്ടും ഒരു ഭയാനകമായ സംഭവം നടന്നു. അവിടെയുള്ള ഒരു മുറിയിൽ നിന്നും ജാക്കും എപ്സും എന്തോ ചില വിചിത്രമായ ശബ്ദം കേൾക്കുകയാണ്. അത് എന്താണ് എന്ന് നോക്കാനേ അവർ രണ്ടുപേരും ആ മുറിയിലേക്ക് ചെന്നു. പെട്ടെന്ന് 2 ആൾക്കാർ ചാടി വന്ന് നിലവിളിക്കുകയാണ്. എപ്സ് ആകെ പേടിച്ചു പോയി. അപ്പോൾ ആ രണ്ടുപേരും വേറെ ആരുമല്ല, അവരുടെ തന്നെ ടീം മെമ്പേഴ്സ് ആയ മുണ്ടറും ഡോഡ്ജുമാണ്. അവര് ചുമ്മാ എപ്സിനെ പ്രാങ്ക് ചെയ്തതാണ്. എന്തായാലും എപ്സിന്റെ പാതി ജീവൻ ഇവിടെ തന്നെ പോയിട്ടുണ്ട്. അതിനുശേഷം അവരെല്ലാവരും ആ ഗോൾഡ് ഉള്ള സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. വീണ്ടും അവരെ ഞെട്ടിച്ച കാര്യം, ആ ഒരൊറ്റ പെട്ടിയിൽ മാത്രമല്ല സ്വർണ്ണ ബിസ്ക്കറ്റ്സ് ഉള്ളത്. അവിടെയുള്ള എല്ലാ പെട്ടികളും അവര് തുറന്നു നോക്കി, എല്ലാത്തിലും സ്വർണ്ണ ബിസ്ക്കറ്റ്സ് ആണ്. അത് കണ്ട് അവരെല്ലാവരും ചിരിച്ച് ആഘോഷിക്കുകയാണ്. കാരണം അവരെല്ലാവരും കോടീശ്വരന്മാരാവാനായിട്ട് പോവുകയാണ്. ഈ സ്വർണത്തിന്റെ മൂല്യം എങ്ങനെ പോയാലും $300 മില്യൺ പിന്നീട് അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ്. ഇത്രയും സ്വർണം വെച്ച് അവർ എന്ത് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത്രയും സ്വർണം എങ്ങനെ ഈ കപ്പലിൽ വന്നു, അതാണ് ആദ്യത്തെ ചോദ്യം. ഇത്രയും സ്വർണമുള്ള ഈ കപ്പൽ എങ്ങനെ ഡിസപ്പിയർ ആയി, അതാണ് രണ്ടാമത്തെ ചോദ്യം. ഉറപ്പായിട്ടും ഒരു മോഷണ ശ്രമം ഈ കപ്പലിൽ 40 വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ
നമ്മൾക്ക് ആർക്കും തന്നെ അറിയാത്തത്. ഇത്രയും സ്വർണം നമ്മൾ കൊണ്ടുപോയാൽ ഗവൺമെന്റ് നമ്മളെ ചോദ്യം ചെയ്യത്തില്ല എന്ന് ഗ്രീർ ചോദിച്ചപ്പോൾ സമുദ്രത്തിൽ നിന്ന് ആർക്കാണോ ഉപേക്ഷിക്കപ്പെട്ട നിധി കിട്ടുന്നത് അത് അവർക്ക് അവകാശപ്പെട്ടതാണ്, അതാണ് നിയമം എന്ന് ക്യാപ്റ്റൻ മർഫി അവരോട് പറയുകയാണ്. അതായത് അവരെ ചോദ്യം ചെയ്യാനായി ഒരുത്തരും വരാനായി പോകുന്നില്ല. എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ഈ സ്വർണവുമായി ഈ കപ്പലിൽ നിന്ന് പോകണം, കാരണം ഈ കപ്പലിൽ പ്രേതബാധയുണ്ട് എന്നൊക്കെ ഗ്രീർ പറഞ്ഞപ്പോൾ എല്ലാവരും ഗ്രീറിനെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട എപ്സ് ആണെങ്കിൽ താൻ കണ്ട കാര്യങ്ങളും അവരോട് പറയാൻ നിന്നിട്ടില്ല. കാരണം പുള്ളിക്കാരിയും അതൊക്കെ പറഞ്ഞാൽ അവരാരും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. അതേപോലെ അവരൊക്കെ കൂടി ചേർന്ന് എപ്സിനെ കളിയാക്കുകയും ചെയ്യും. അതുകൊണ്ട് എപ്സ് സൈലന്റ് ആയിട്ട് തന്നെ നിന്നു. സോ ഇവിടെ സ്വർണം ബോട്ടിൽ കയറ്റാനായിട്ട് അവർ തയ്യാറെടുക്കുകയാണ്. അതേപോലെ സാന്റോസ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും പോയിട്ടുണ്ട്. എന്നാൽ ഈ സമയം ബോട്ടിലുള്ള ഗ്യാസ് തനിയെ തുറക്കുന്നതായി കാണാം. അപ്പോൾ കാറ്റി എന്ന പെൺകുട്ടി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ആ കുട്ടി എപ്സിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ബോട്ട് സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് പറ, നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയുകയാണ്. സാന്റോസ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുകയും അവരുടെ ബോട്ട് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. സാന്റോസ് മരണപ്പെട്ടു. അതിനുശേഷം അവരെല്ലാവരും കപ്പലിരുന്ന് ചർച്ച ചെയ്യുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന്, എങ്ങനെയാണ് ബോട്ട് കത്തിപ്പോയത്, എവിടെയാണ് പിഴവ് സംഭവിച്ചത്. അപ്പോൾ ഗ്രീർ പറയാണ്, ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ കളിയാക്കി ചിരിച്ചു. അപ്പോൾ വീണ്ടും മുണ്ടർ ഗ്രീറിനെ കളിയാക്കുകയാണ്. അപ്പോൾ ദേഷ്യം വന്ന ഗ്രീർ മുണ്ടറിനെ മോന്തൊക്കെ ഇട്ട് തന്നെ പഞ്ച് ചെയ്തു. എല്ലാം ഇങ്ങനെ നിസ്സാരമാക്കിയത് കൊണ്ടാണ് ഒരുത്തന്റെ ജീവൻ തന്നെ പോയത് എന്ന് ദേഷ്യത്തോടെ ഗ്രീർ പറയുന്നുമുണ്ട്. അതിനുശേഷം അവരെല്ലാവരും ഓരോരുത്തരായിട്ട് കപ്പലിലെ ഓരോ സ്ഥലത്തേക്ക് പോവുകയാണ്. എപ്സ് കപ്പലിന്റെ ലോഗ് ബുക്ക് നോക്കാനായിട്ടാണ് ഇവിടെ പോകുന്നത്, താൻ കാണുന്ന ആ പെൺകുട്ടിയുടെ പേര് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ ആ കപ്പലിൽ ഒരു ചെറിയ വയസ്സുള്ള പെൺകുട്ടിയുടെ പേര് എപ്സ് കണ്ടെത്തി, കാറ്റി ഹാർവുഡ്. താൻ ഇടയ്ക്കിടെ കാണുന്ന ആ പെൺകുട്ടിയുടെ പേര് കാറ്റിയാണ് എന്ന് എപ്സ് മനസ്സിലാക്കി. അതിനുശേഷം പുള്ളിക്കാരി കാറ്റിയെ അന്വേഷിച്ച് ടോർച്ച് മടിച്ച് നടക്കുകയാണ്. ഇവിടെ ഗ്രീർ ആണെങ്കിൽ താൻ കല്യാണം കഴിക്കാനായി പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ നോക്കി സങ്കടത്തോടെ ഇരിക്കുന്നത് കാണാം. അതേപോലെ മുണ്ടറും ഡോർജും കപ്പലിലെ അടുക്കളയിൽ നിന്ന് പണ്ടത്തെ ഭക്ഷണം കണ്ടെത്തി. ഇതൊക്കെ ടിന്നിൽ സൂക്ഷിച്ചു വെച്ചത് കൊണ്ട് തന്നെ ഇതൊന്നും മോശമായിട്ടുണ്ടാവില്ല എന്നൊക്കെ ഡോർജ് പറയാണ്. അങ്ങനെ മുണ്ടർ ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് അത് തിന്നുകയും ചെയ്തു. അപ്പോൾ അതിന് നല്ല രുചിയുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും ആർത്തിയോടെ അത് കഴിക്കുകയാണ്. അങ്ങനെ അവർ കഴിക്കുന്ന സമയം അവര് ഒരുപാട് പുഴുക്കളെ കാണുകയാണ്. അവരുടെ വായിൽ നിന്നൊക്കെ ഒരുപാട് പുഴു പുറത്തേക്ക് വരുന്നതായിട്ട് നമ്മൾക്ക് ഇവിടെ കാണാം. ഇവിടെ എപ്സ് കാറ്റിയെ അന്വേഷിച്ച് പുള്ളിക്കാരുടെ മുറിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ കാറ്റിയുടെ പാവകളെയൊക്കെ എപ്സ് കണ്ടെത്തി. ചുമരിൽ കാറ്റി വരച്ചൊട്ടിച്ച ചിത്രങ്ങളും കാണാം. അപ്പോൾ ഇവിടെ കാറ്റി വന്നിട്ടുണ്ട്. പുള്ളിക്കാരോട് ചോദിക്കാണ്, നീ യഥാർത്ഥത്തിൽ ആരാണ്, നീ മനുഷ്യനാണോ എന്നൊക്കെ. അപ്പോൾ കാറ്റി പറയാണ്, അതെ ഞാൻ മനുഷ്യൻ തന്നെയാണ്, എന്നാൽ ഇപ്പോഴല്ല, 40 വർഷങ്ങൾക്ക് മുൻപ് വരെ ഞാനും ഈ കപ്പലിലെ എല്ലാവരും ആ രാത്രി കൊല്ലപ്പെട്ടു. എന്നാൽ നമ്മൾ ആരും ഇവിടെ വിട്ടു പോയിട്ടില്ല. എപ്പോഴും നമ്മൾ എല്ലാവരും ഈ കപ്പലിൽ തന്നെ ശാന്തി കിട്ടാതെ ജീവിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്, എന്നോട് പറ എന്നൊക്കെ എപ്സ് പറയുകയാണ്. എന്നാൽ അന്ന് നടന്ന ആ കാര്യങ്ങൾ മാത്രം കാറ്റിക്ക് പറയാനേ സാധിക്കുന്നില്ല. കാറ്റി നന്നായി പേടിക്കുന്നുണ്ട്. അതേപോലെ കാറ്റി വീണ്ടും അപ്രത്യക്ഷമാവുകയാണ്. ഇനി ഗ്രീർ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഗ്രീറിനെ കാണാനായി ഫ്രാൻസിസ്ക എന്ന പാട്ടുകാരി എത്തുകയാണ്. അതായത് പുള്ളിക്കാരിയുടെ പ്രേതം. ഫ്രാൻസിസ്ക വളരെയധികം സുന്ദരിയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ പുള്ളിക്കാരി ഗ്രീറിനെ വശീകരിക്കുകയാണ്. ആൻഡ് ഫ്രാൻസിസ്ക ഗ്രീറിനെ താഴെയിട്ട് കൊന്നു കളയുകയും ചെയ്തു. സോ ഇവിടെ ഇവരെല്ലാവരും ഗ്രീറിനെ കാണാനായിട്ട് അവനെ അന്വേഷിക്കുകയാണ്. എന്നാൽ അവിടെ എവിടെയും അവനെ കാണുന്നില്ല. എന്തായാലും ഈ കപ്പലിൽ നടക്കുന്നത് ഒന്നും തന്നെ ശരിയല്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, അതിനായി നമ്മുടെ ബോട്ട് നമുക്ക് റിപ്പയർ ചെയ്യണം എന്നൊക്കെ അവരോട് എപ്സ് പറയുകയാണ്. അങ്ങനെ അവർ അവരുടെ ബോട്ട് നന്നാക്കാനേ ആരംഭിച്ചു. എപ്സ് ഗ്രീറിനെ അന്വേഷിക്കുന്നത് നിർത്തിയിട്ടില്ല. പുള്ളിക്കാരി അങ്ങനെ ഗ്രീറിനെ അന്വേഷിക്കുമ്പോൾ ദാ വീണ്ടും കാറ്റി അവിടെ എപ്സിനെ കാണാൻ എത്തുകയാണ്. നിങ്ങളുടെ കൂട്ടുകാരനെ ഇനി അന്വേഷിക്കേണ്ട, അവൻ ഫ്രാൻസിസ്കയുടെ കൈ കൊണ്ട് കൊല്ലപ്പെട്ടു എന്ന് കാറ്റി പറയുകയാണ്. അതേപോലെ അവിടെ ഗ്രീറിന്റെ ഡെഡ് ബോഡിയും എപ്സ് കണ്ടു. 40 വർഷങ്ങൾക്ക് മുൻപ് എന്താണ് സംഭവിച്ചത് എന്ന് താങ്കൾ എന്നോട് ചോദിച്ചിട്ടില്ലേ, വാ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് കാറ്റി എപ്സിനെ തൊടുകയാണ്. കാറ്റി എപ്സിനെ തൊട്ടപ്പോൾ അവര് രണ്ടുപേരും 40 വർഷങ്ങൾ പിന്നോട്ടേക്ക്, അതായത് ആ സംഭവം നടന്ന ദിവസത്തേക്ക് പോവുകയാണ്. സോ ഇവിടെ ഫ്രാൻസിസ്ക പാട്ട് പാടുന്നുണ്ട്, ആൾക്കാരെ ഡാൻസ് കളിക്കുന്നുമുണ്ട്. എന്നാൽ ഈ കപ്പലിലെ സ്വർണം മോഷ്ടിക്കാനായിട്ട് ഒരു കൊള്ള സംഘം കയറി കൂടിയിട്ടുണ്ട്. അവര് പാചകക്കാരുടെ വേഷത്തിലാണ് കപ്പലിൽ കയറിയത്. ഭക്ഷണത്തിൽ വിഷം കലർത്തി അവർ ഒരുപാട് പേരെ കൊന്നു. അതേപോലെ സ്റ്റേജിന്റെ 4 ഭാഗത്തും കേബിൾ വയർ വെച്ച് അത് റിലീസ് ചെയ്തിട്ട് ഡാൻസ് കളിക്കുന്ന ആൾക്കാരെ കൊന്നതും ഈ കൊള്ളസംഘം തന്നെയാണ്. അതിനുശേഷം ബാക്കി ജീവനോടുള്ള ആൾക്കാരെയൊക്കെ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് വെച്ച് അവര് വെടിവെച്ച് കൊല്ലുകയാണ്. അതേപോലെ കാറ്റിയെ ഈ കൊള്ളസംഘത്തിലെ 2 പേര് കൂടി മുറിയിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചിട്ടാണ് ആ കൊച്ചുകുട്ടിയെ കൊന്നു കളഞ്ഞത്. ഇനി ഈ റോബറിയുടെ മാസ്റ്റർ ബ്രെയിൻ ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അത് വേറെ ആരുമല്ല, അത് പാട്ടുകാരിയായ ഫ്രാൻസിസ്കയാണ്. ഫ്രാൻസിസ്കയുടെ കൂടെ രാജാവിനെ പോലെ ജീവിക്കാൻ
വേണ്ടി ഇവനാണെങ്കിലും മറ്റു കൊള്ളക്കാരെയെല്ലാം വെടിവെച്ച് കൊല്ലുകയാണ്. ഇപ്പോൾ ഇവര് രണ്ടുപേരും മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ ഫ്രാൻസിസ്ക തന്റെ തോക്ക് പുറത്തെടുത്ത് അവനെ കൂടി വെടിവെച്ച് കൊന്നു കളയുകയാണ്. കാരണം പുള്ളിക്കാരിക്ക് ഓൾറെഡി മറ്റൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് ഫ്രാൻസിസ്കയുടെ ബോയ് ഫ്രണ്ടിന്റെ എൻട്രിയാണ്. ഇനിയാണ് മറ്റൊരു ട്വിസ്റ്റ്. ഫ്രാൻസിസ്കയുടെ ബോയ് ഫ്രണ്ടിന് ഈ സ്വർണമൊന്നും അവളുമായിട്ട് ഷെയർ ചെയ്യേണ്ട, എല്ലാം ഒറ്റക്ക് വേണം. അങ്ങനെ പുള്ളിക്കാരിയുടെ ബോയ് ഫ്രണ്ട് തന്നെ പുള്ളിക്കാരിയും കൊന്നു കളയുകയാണ്. അപ്പോൾ ഇവിടെ എപ്സ് ഫ്രാൻസിസ്കയുടെ ബോയ് ഫ്രണ്ടിന്റെ മുഖം നേരിട്ട് കാണുകയാണ്. അതാണ് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റ്. അവൻ വേറെ ആരുമല്ല, അത് അവരുടെ കൂടെ വന്ന പൈലറ്റായ ജാക്ക് ആണ്. ഈ കാര്യം മറ്റുള്ളവരോട് പറയാനായി എപ്സ് ഓടി ചെല്ലുമ്പോൾ കാണുന്നത് അവിടെ അക്വാറിയത്തിൽ ക്യാപ്റ്റൻ മെർഫി മരണപ്പെട്ട് കിടക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ജാക്ക് തന്നെയായിരിക്കും മെർഫിയെ കൊന്നിട്ടുണ്ടാവുക. ഇവിടെ ബോട്ട് നന്നാക്കുന്ന മുണ്ടർ ആണെങ്കിൽ മെഷീന്റെ അകത്ത് കുടുങ്ങി അവനും മരണപ്പെട്ടു. ജാക്ക് അപകടകാരിയാണ്, അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് മനസ്സിലാക്കിയ ഡോഡ്ജ് അവന് നേരെ തോക്ക് ചൂണ്ടുകയാണ്. എന്നാൽ ജാക്ക് വളരെ നിസ്സാരമായിട്ട് ഡോഡ്ജിനെ കൊന്നു കളയുകയാണ്. അതിനുശേഷം ജാക്ക് എപ്സിനെ കാണാൻ ചെന്നത്. എപ്സിന് അറിയാം ഇവൻ മനുഷ്യനല്ല, പ്രേതമാണ് എന്ന്. അവരെ കൊണ്ട് ബോട്ട് നന്നാക്കിച്ചിട്ട് ഈ സ്വർണം കൊണ്ട് പോകാനാണ് ജാക്കിന്റെ ഉദ്ദേശം. അതിനാണ് അവൻ ഇത്രയൊക്കെ നാടകം കളിച്ചത് എന്നും എപ്സിന് മനസ്സിലായി. എപ്സിന്റെ കയ്യിലുള്ള റിമോട്ട് ക്ലിക്ക് ചെയ്താൽ അവരുണ്ടാക്കിയ ബോട്ട് വീണ്ടും പൊട്ടിത്തെറിക്കും. നീ പ്രേതമാണ്, പിന്നെ എന്തിനാണ് നിനക്ക് ഈ സ്വർണം എന്നൊക്കെ എപ്സ് ചോദിച്ചു. അപ്പോൾ ജാക്ക് പറയാണ്, നീയും സാൽവേജർ ആണ്, ഞാനും സാൽവേജർ ആണ്. എന്നാൽ നീ കളക്ട് ചെയ്യുന്നത് കപ്പലുകളാണെങ്കിൽ ഞാൻ കളക്ട് ചെയ്യുന്നത് ആത്മാക്കളെയാണ്. ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് എനിക്ക് വിധിച്ച ശിക്ഷയാണ് ഇത്. എന്നാൽ നീ എനിക്ക് ആ ബോട്ട് തരുകയാണെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടാം. ഇതായിരുന്നു ജാക്ക് എപ്സിനോട് പറഞ്ഞത്. എന്നാൽ എപ്സ് അതിന് തയ്യാറല്ല. പുള്ളിക്കാരി ബട്ടൺ പ്രസ് ചെയ്ത് ആ ബോട്ട് പൊട്ടിത്തെറിപ്പിക്കുകയാണ്. അപ്പോൾ ജാക്കിന്റെ ശരീരം പൊട്ടിത്തെറിക്കുന്നത് നമ്മൾക്ക് ഇവിടെ കാണാം. അതേപോലെ ആ കപ്പലിൽ ട്രാപ്പായി പോയ ആത്മാക്കൾക്കൊക്കെ ശാന്തി കിട്ടുന്നതായിട്ടും കഥയുടെ അവസാനം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എപ്സ് ആണെങ്കിൽ നീന്തി ഒരു പെട്ടിയുടെ മുകളിൽ കയറിയിട്ടുണ്ട്. പകലായപ്പോൾ ഒരു വലിയ കപ്പൽ അവിടെ എത്തിയതായി കാണാം. ആ കപ്പലിലുള്ളവർ എപ്സിനെ കാണുകയും അവർ എപ്സിനെ രക്ഷിക്കുകയും ചെയ്തു. സോ കഥയുടെ അവസാനം എപ്സിനെ ആംബുലൻസിൽ കയറ്റി ചികിത്സിക്കുന്നത് കാണാം. അതായത് ആകെ അതിജീവിച്ചത് എപ്സ് മാത്രമാണ്. പുള്ളിക്കാരി ആംബുലൻസിൽ കിടക്കുന്ന സമയം കുറച്ച് ആൾക്കാർ പെട്ടികളുമായി പോകുന്നത് എപ്സ് കണ്ടു. അതായത് ആ സ്വർണത്തിന്റെ പെട്ടികൾ. ആ കൂട്ടത്തില് ജാക്കിനെയും എപ്സ് കാണുകയാണ്. ഇത് കണ്ട് എപ്സ് ആളാകെ ഷോക്കായിട്ട് നോ എന്ന് പറയുകയാണ്. അപ്പോൾ ആംബുലൻസിന്റെ ഡോർ ക്ലോസ് ആയി. സോ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. സോ ഗൈസ്, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടു നോക്കൂ. ഉറപ്പായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.